പിന്നെ മെയിൻ ഏതായിരുന്നു? ആ പെരുന്നാട് സർവ്വസമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1915 നടന്നു. പെരുന്നാടിൽ സർവ്വസമുദായ സമ്മേളനം 1915. പെരുന്നാടിൽ സർവ്വമത സമ്മേളനം പോലെ അല്ലെ, സർവ്വസമുദായ സമ്മേളനം അയ്യങ്കാളി പ്രയോറിറ്റി. ഓക്കെ, സർവ്വസമുദായ സമ്മേളനം പെരുന്നാളിൽ അയ്യങ്കാളി, വർഷം 1915. അപ്പോ ഒന്ന് ഓർത്ത് തിരിച്ചേ. പിന്നെ എന്തൊക്കെയാ പറയാൻ പറ്റും? 1915 അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പറ്റും? പറയാമോ? കല്ലുമാല സമരം, പൂനൂട്ടമ്പല ലഹള, 90-ാം ആണ്ട് ലഹള, പിന്നെ പെരിനാട് ലഹള. ഇതെല്ലാം 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതാണ്. അത് ഓക്കെയാണോ? സൂപ്പർ ഓക്കെ. ഓക്കെ ആയേ പറ്റും. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? കുടിപ്പള്ളിക്കൂടം 1901, വില്ലുവണ്ടി യാത്ര 1893, ഊരൂട്ടമ്പൽ ലഹള, 90-ാം ആണ്ട് ലഹള, കല്ലുമാല സമരം, പെരുന്നാട് ലഹള 1915. ആദ്യത്തെ കർഷക നേതാവാണ് ഇദ്ദേഹം അല്ലെ, ആദ്യത്തെ കർഷക നേതാവാണ് ഇദ്ദേഹം, ആദ്യത്തെ തൊഴിലാളി നേതാവാണ് ഇദ്ദേഹം. ഇത്ര ഓർത്തു വെച്ചോണം. പറ്റുമോ? പറ്റിയേ പറ്റൂ. അതെ. അപ്പം സാധന പരിപാലന സംഘം അയ്യങ്കാളി തുടങ്ങി 1907. പുലയ ലഹള നയിച്ചത് അയ്യങ്കാളിയാണ്. പുലയ ലഹള നടന്ന വർഷം 1915 ഓർത്തു വെച്ചോണം. പുലയ ലഹളയുടെ വേറൊരു പേരാ ഊരൂട്ടമ്പല ലഹള, 90-ാം ആണ്ട് ലഹള. ഊരൂട്ടമ്പല ലഹള, 90-ാം ആണ്ട് ലഹള, പുലയ ലഹള, മൂന്നും സെയിം ആണ്. ഓക്കെ ആണോ? ഓക്കെയാ?